എടേ പപ്പി പത്മിനി വിഷ്ണു അങ്ങനെ പറയടേ. രോഹിത്, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് ചപ്രപഞ്ചക്കാട്ടിലിട്ട് താരാട്ട് പാടാനാണെന്ന് നീ വിചാരിച്ചോ? ദ്രോഹിക്കാൻ തന്നെയാടേ, ദ്രോഹിക്കാൻ. രോഹിത്, ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ. ദുഷ്ടോ, നിന്നോട് ദൈവം ചോദിക്കും. ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുകയാണേ, പക്ഷെ ചോദിക്കുന്നത് വേറെ ഒരു ടോണിലാണെന്ന് മാത്രം. വല്ലവന്റെയും കൊച്ചിനെ നീ എന്തിനാടാ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പേ അവരോട് ഞാൻ പറയും, മദ്യവും മരാശിയും ഒഴുകുന്ന ഈ അന്തരീക്ഷത്തിലേ വിഷ്ണുവിന്റെ മകള് വളരും. ഇല്ലെങ്കിൽ ഞാൻ വളർത്തും. തടയാൻ നിനക്കും ആവില്ല, നിന്റെ കുഞ്ഞിക്കും ആവില്ല. എന്തിന് ഈ പറയണ വിഷ്ണുവിനും പറ്റില്ല. തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നില് പപ്പിയന്റെ മോളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും. അമ്മയും മകനും മരുമകളും കൂടി ഒരുമിച്ച് കഴിയാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സമാവുകയും ചെയ്യും. ഇത്രയും നാളും എന്നെ ഒളിച്ച് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ? ഇനി ഈ രഹസ്യമായിട്ട് ഞാനും അത് നടക്കട്ടെ. ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ളതാ. എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടെത്തുകാടി. എന്റെ ഇനിയുള്ള വഴി അത് തന്നെയാടേ. രോഹിത്, ഞാൻ എന്റെ പപ്പി മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഇനി അവിടെ ആരിരുന്നിട്ടാടി? സ്പിരിറ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ കളക്ടർ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് വഴിവിട്ട് സഹായിച്ചതിന്റെ പേരില് ശാലിനിയുടെ ജോലിയും പോവും. പിന്നെ പിന്നെ ഏക ആശ്രയം ആ ഉണക്ക ചായക്കടയാ. അവിടെ പോയി പാത്രവും എടുത്ത് എച്ചിപ്പാത്രം കഴുകാനാ നിന്റെ യോഗമെങ്കിൽ നീ പോടി. ഇവിടെ നിൽക്കുമ്പോ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ. പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടി കിടക്കണം. ചിലപ്പോ ഞാനേ ഉപദ്രവിച്ചെന്നൊക്കെ ഇരിക്കും. ഇങ്ങനെ മറുത്തൊന്നും പറയാതെ ക്ഷമിച്ചേക്കണം. കാരണം ഇത് രോഹിത്തിന്റെ സാമ്രാജ്യമാണ്. രോഹിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം. ഇവിടെ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന വെറുമൊരു പുഴു. അത് മാത്രമാ നീ. വെറുമൊരു പുഴു. മാറവിടെ.